നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കന്യാകുമാരിയിൽ മോദി ധ്യാനത്തിൽ ഏകാന്ത ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. പുലർച്ചെ വിവേകാനന്ദ പാറയിൽ സൂര്യ നമസ്കാരം. കർണാടക സർക്കാരിനെ തകർക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നെന്ന DK ശിവകുമാറിന്റെ ആരോപണം വിവാദത്തിൽ. ശത്രുഭൈരവി യാഗത്തെക്കുറിച്ച് വിവരം ലഭിച്ചെന്ന് ശിവകുമാർ. മാടായിക്കാവിലെ പൂജാരികളുടെ വീടുകളിൽ പരിശോധന നടത്തി പോലീസ്. ആരോപണം തള്ളി ക്ഷേത്രം ഭാരവാഹികൾ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ഷോൺ ജോർജിന്റെ ആരോപണം തള്ളി CPM. വസ്തുതകൾ മനസ്സിലാക്കാതെ വേട്ടയാടുകയാണെന്ന് MV ഗോവിന്ദൻ. ഒരു ബന്ധവുമില്ലാത്ത കമ്പനികളെ ചേർത്താണ് ആരോപണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ പ്രതികൾക്കും ഉപാധികളോടെ ജാമ്യം. CBI എതിർപ്പ് തള്ളി കോടതി. ആശങ്കയെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം. കേരള പോലീസിന് കളങ്കമായി വളാഞ്ചേരിയിലെ കൈക്കൂലി ഇടപാട്. ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി 20 ലക്ഷം തട്ടിയ CIക്കും SIക്കും സസ്പെൻഷൻ. SI ബിന്ദുലാൽ അറസ്റ്റിൽ. CI സുനിൽ ദാസ് ഒളിവിൽ. പീരുമേട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കില്ല. ഹർജി തള്ളി ഹൈക്കോടതി. വാഴൂർ സോമന് MLA ആയി തുടരാൻ തടസ്സമില്ല. അപ്പീൽ നൽകുമെന്ന് എതിർ സ്ഥാനാർത്ഥി സിറിയക് തോമസ്. കുർബാന തർക്കത്തിൽ വിമതപക്ഷത്തിന് വീണ്ടും തിരിച്ചടി. റിവ്യൂ പെറ്റീഷൻ ഹർജി തള്ളി. മാർപ്പാപ്പയും സിറോ മലബാർ സഭയും അംഗീകരിച്ച കുർബാനയെ പാടുള്ളൂവെന്ന് കോടതി. കർണാടകത്തിലെ ലൈംഗിക പീഡന കേസിൽ പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. അറസ്റ്റ് ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ വിമാനത്താവളത്തിൽ. പ്രജ്വൽ നാട്ടിലെത്തിയത് 34 ദിവസത്തെ ഒളിവിന് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുത്ത് 57 മണ്ഡലങ്ങളിൽ. UPയിലെ വാരണാസി അടക്കം 13 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരൻ. ശിക്ഷ ജൂലൈ 11 വിധിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തടസ്സമില്ല. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്താണ് മോദിയും ധ്യാനിക്കുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. ഇന്നലെ വൈകിട്ടാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത്. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, പ്രധാനമന്ത്രി ധ്യാനത്തിലാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വരുന്ന മണിക്കൂറുകളിലടക്കം നാളത്തെയും അടക്കമുള്ള പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെത്തിയിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലെത്തിയത്. ഭഗവതി അമ്മൻ ക്ഷേത്ര ദർശനത്തിന് ശേഷം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടുത്തെ ധ്യാനത്തെ ദൃശ്യങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം രാവിലെ സൂര്യോദയം കന്യാകുമാരിയിലെ സൂര്യോദയം പ്രശസ്തമാണ്. സൂര്യോദയം കാണുകയും അതുപോലെ തന്നെ സൂര്യപൂജ നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ വിവേകാനന്ദ മണ്ഡപത്തിന് ചുറ്റും, വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും അദ്ദേഹം നടക്കുന്ന ദൃശ്യങ്ങളും കടലിന്റെ ഭംഗി ആസ്വദിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നലെ 6 മണി മുതൽ ഇന്ന് 6 മണി കഴിയുമ്പോൾ 24 മണിക്കൂർ പിന്നിടും നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം. നാളെ വൈകിട്ട് 3 മണി വരെയാണ് അദ്ദേഹം ഇവിടെ ധ്യാനം നടത്തുക എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള നിർണായകമായ ദിവസമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം. ആ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ധ്യാനത്തിന് തെരഞ്ഞെടുത്തത്. അതിൽ വലിയ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ്
BJP ഇതര കക്ഷികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യ മുന്നണിയൊക്കെ പറയുന്നത് അതിലെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിശബ്ദ ധ്യാനത്തിലാണെങ്കിലും വിവേകാനന്ദ പാറയിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുകയാണ്. BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത, അല്ലെങ്കിൽ BJP വിചാരിച്ചതുപോലെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിവേകാനന്ദ പാറയിൽ വരുമ്പോൾ സ്വാഭാവികമായും സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, വിവേകാനന്ദനെ ദൈവതുല്യവും അതിനപ്പുറത്തേക്കുള്ള ആരാധ്യ പുരുഷനായി കാണുന്ന ബംഗാളി ജനസമൂഹം, ബംഗാളിലെ ജനമനസ്സുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ വേരെ ഉറപ്പിക്കാനുള്ള BJPയുടെ നരേന്ദ്രമോദിയുടെ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിന് പിന്നിൽ നരേന്ദ്രമോദി പറയുമ്പോഴും സ്വാഭാവികമായും അതിന് രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ നിശബ്ദ പ്രചരണ ദിവസവും മാത്രമല്ല, നിരവധി ആളുകൾ ഇന്ന് ഈ വിവേകാനന്ദ പാറയിലേക്ക്, അത് സാധാരണക്കാരല്ല, പ്രത്യേകമായി അവിടെ നേരത്തെ തന്നെ പാസും മറ്റും നൽകി BJP നേതാക്കളോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകൾ, അതുപോലെ തന്നെ സന്യാസിമാർ തുടങ്ങി നിരവധി ആളുകളെ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മോദിയുമായി അവർ കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല. പക്ഷേ കൃത്യമായ ഇടവേളകൾ അവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇന്നവിടെ കാണാനായി. ഏതായാലും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധ്യാനം 24 മണിക്കൂർ പിന്നിടുന്നു. വളരെ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യം കടന്നുപോകുമ്പോഴാണ് അദ്ദേഹം ഈ ധ്യാനം തെരഞ്ഞെടുത്ത ദിവസം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാളെയാണ് അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ്. അതിന് തലേദിവസമാണ് അദ്ദേഹം ഇരുന്നത്. നാളെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോഴും അദ്ദേഹം ഇവിടെ തന്നെയാകും. വൈകിട്ട് 3 മണിവരെ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ഉണ്ടാകും. അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും തിരിക്കും. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം വളരെയധികം രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന്റെ ധ്യാനമായാലും അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങളായാലും ഒക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം, രാഷ്ട്രീയ ചർച്ചയും നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും അതിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഈ ഇന്നത്തെ ധ്യാനം കൊണ്ട് അത് രാഷ്ട്രീയമെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാകാൻ പോകുക എന്ന് ജൂൺ 4-ന് ഉച്ചയോടുകൂടി ഏതാണ്ട് പൂർണ്ണമായി അറിയാൻ കഴിയും. ഏതായാലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതാദ്യമായി വിവേകാനന്ദ പാറ ഇത്രയധികം മണിക്കൂറുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, സമീപകാലത്ത് ആർക്കും ഇത്തരത്തിൽ 2 രാപകലുകൾ ഈ വിവേകാനന്ദ പാറ ഇതുപോലെ കഴിയാൻ, ധ്യാനത്തിലെത്താൻ അത്തരം അവസരമുണ്ടായിട്ടില്ല. അത്തരം ഒരു അസുലഭ അവസരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതിലൂടെ വലിയ നേട്ടങ്ങൾ കന്യാകുമാരിക്കും വിവേകാനന്ദ പാറയ്ക്കും ഉണ്ടാകുമെന്ന് കരുതുന്നവരുണ്ട്. പ്രധാനമന്ത്രി പോകുന്ന ഇടങ്ങൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ നമ്മൾ സമീപകാലത്ത് കണ്ടതാണ്. വലിയ വാർത്താ പ്രാധാന്യം, അവിടേക്ക് വലിയ ആളുകളുടെ ഒഴുക്കൊക്കെ ഉണ്ടായി. കന്യാകുമാരി, ഇപ്പോൾ തന്നെ ഞാനുള്ളത് കന്യാകുമാരിയിലെ കോവളം എന്ന പേരുള്ള ബീച്ചിലാണ്. കോവളം തിരുവനന്തപുരത്തെ കോവളമല്ല, കന്യാകുമാരിയിലെ കോവളം ബീച്ചിലാണ് ഞാനുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. സൂര്യാസ്തമയം കാണാൻ ആളുകൾ ഒരുപാട് എത്തുന്ന സ്ഥലമാണ്. ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നിരവധി ആളുകളുണ്ട്. നമുക്കറിയാം, ഇത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, ഉത്തരേന്ത്യൻ ആളുകളുണ്ട്, മലയാളികളുണ്ട്, തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഇടമാണ് കന്യാകുമാരി ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ. അത് ഒന്നുകൂടി പ്രശസ്തമാകാൻ പോകുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി. പ്രത്യേകിച്ചും വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി ഇരുന്ന ഭാഗമുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അത് പ്രധാനമന്ത്രി വന്ന ഇടം എന്ന രീതിയിൽ ആ രീതിയിൽ പ്രശസ്തമാകും എന്നുള്ളത് ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ ഭാവിയിൽ നടന്നേക്കാം. ഏതായാലും നരേന്ദ്രമോദി വരവോടുകൂടി കന്യാകുമാരി പുതിയ തലത്തിൽ പ്രശസ്തിയിലേക്കും അതുപോലെ തന്നെ ഈ ആളുകൾ വളരെയധികം കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലവുമായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും വി അരുണാണ് കന്യാകുമാരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ധ്യാനം കന്യാകുമാരിയിൽ തുടരുകയാണ് വിവേകാനന്ദ പാറയിൽ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും സ്വകാര്യമായ വ്യക്തിപരമായ കാര്യമെന്ന് പ്രധാനമന്ത്രിയും BJPയും പറയുമ്പോഴും ഇതിന് പിന്നിലെ രാഷ്ട്രീയം തന്നെയാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്. ഗാന്ധിയെ അറിയില്ലെന്ന് പറഞ്ഞ മോദിയുടേത് ഗാന്ധി വധത്തിന് സമാനമായ നടപടിയെന്ന് MV ഗോവിന്ദൻ. മോദി ബോധമില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് നാണക്കേടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെയുണ്ടായി. ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിക്ക് നേരെ വരാനില്ല. ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത്.
പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുന്ന ഒരാൾ ബോധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നടി കങ്കണ റണാവത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദിന്റെ മകൾ മിസ ഭാരതി തുടങ്ങിയവരും ജനവിധി തേടുന്നുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. തിരുപ്പതി വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അവസാനഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചതിന് പിന്നാലെയാണ് അമിത്ഷായുടെ സന്ദർശനം. ഭാര്യ സോനൽ ഷായും അമിത്ഷായ്ക്കൊപ്പമുണ്ടായിരുന്നു. ദർശനത്തിന് ശേഷം അരമണിക്കൂർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചാണ് അമിത്ഷാ മടങ്ങിയത്. ലൈംഗിക പീഡന കേസ് പ്രതിയായ JDS എംപിയും ഹസാനിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വിട്ടു. പ്രത്യേക അന്വേഷണ സംഘം 7 ദിവസം ചോദ്യം ചെയ്യും. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിൽ പിഴവുണ്ടെന്ന് കർണാടക ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഉപാധികളോടെയാണ് ജസ്റ്റിസ് ഡയസ് ജാമ്യം അനുവദിച്ചത്. സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാക്കുന്നതുവരെ സംസ്ഥാനം വിടരുത്, പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡി തുടർന്ന് ആവശ്യമില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ വാദമുണ്ടായത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിൽ വൈകാരികമായി പ്രതികരിച്ച പിതാവ് ജയപ്രകാശ്. ചെന്നായ്ക്കളെ തുറന്നുവിട്ട കോടതി വിധി വേദനയുണ്ടാക്കുന്നതാണെന്ന് പിതാവ് പ്രതികരിച്ചു. തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രതികൾ ശ്രമിക്കുമെന്ന ആശങ്കയുണ്ട്. CBI കേസ് ഏറ്റെടുക്കും മുൻപ് ആഭ്യന്തര വകുപ്പ് കേസിൽ ഒരു ആത്മാർത്ഥതയും കാണിച്ചില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശമാണ്. കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ഈ പ്രതികൾക്ക് ഇത്ര ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത പ്രതികൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല. പിന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് നമ്മൾ പറയും പോലെ അല്ലല്ലോ, അവിടെ തെളിവുകൾ വേണമായിരിക്കും, സാക്ഷികൾ വേണമായിരിക്കും, സോളിഡായിട്ടുള്ള എവിഡൻസ് വേണമായിരിക്കും. അതിനെക്കുറിച്ച് നിയമം എനിക്ക് കൂടുതൽ അറിയില്ല. നമ്മളെ വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നിരാശമാണ് ഇങ്ങനെ ഒരു ജാമ്യം കൊടുത്തത്. പിന്നെ അത് പറയണ ഈ കേസ് CBIയുടെ കയ്യിലെത്തി. CBI ആണ് ഇതിനെ എതിർത്തത്, ശരിയാ. CBIയുടെ കയ്യിൽ എത്തിയപ്പോൾ തന്നെ ഈ കേസ് ഒന്ന് നശിപ്പിച്ച് ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് CBIയുടെ കയ്യിൽ കൊടുത്തത്. പുറത്തിറങ്ങി വിട്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും തെളിവ് നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. അത് പിന്നെ ഈ ബഹുമാനപ്പെട്ട കോടതി നിയമത്തിൻ്റെ രീതിയിലായിരിക്കും ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശമാണ്, വളരെ വിഷമമാണ്. അതിനല്ലേ സിദ്ധാർത്ഥൻ്റെ മരണം അറിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമമുണ്ട് നമുക്ക്. ശരിക്കും അതുപോലൊരു വിഷമോ ഈ ചെന്നായ്ക്കളെ തുറന്നു വിട്ടപ്പോഴും നമുക്ക് തോന്നുന്നു. വീണ വിജയനെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് MV ഗോവിന്ദൻ. എക്സാലോജി കൺസൾട്ടൻസി എന്ന വിദേശ കമ്പനിയുമായി വീണയ്ക്ക് ബന്ധമില്ല. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുതുതായിട്ട് അവതരിച്ചത്. ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യമാണ് പറയാനുള്ളത്. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളാഞ്ചേരി SHO സുനിൽദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തു. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ വളാഞ്ചേരി CI സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരമേഖല IG-യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ഗുരുതരമായ കൃത്യവിലോപമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അധികാരം ദുർവിനിയോഗമാണ് അവർ നടത്തിയിട്ടുള്ളത്.
ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത്. അതേസമയം CI ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ഗുരുവായൂരിലെ വീടും അതേപോലെ വളാഞ്ചേരിയിലെ ക്വാർട്ടേഴ്സും അയാൾ ഉപയോഗിച്ചിരുന്ന ക്വാർട്ടേഴ്സും അടഞ്ഞുകിടക്കുകയാണ്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. മലപ്പുറം ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ SI ബിന്ദുലാൽ, അതേപോലെ കേസിൽ മൂന്നാം പ്രതി അസൈനാർ എന്നിവരെ കഴിഞ്ഞ ദിവസം തന്നെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണ്, അധികാര ദുർവിനിയോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സേനയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കിയ സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇനി CI പിടികൂടുകയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകം. അതേസമയം CI മുൻകൂർ ജാമ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഒരു കേസിൽ ജാമ്യം ലഭിക്കാനുള്ള നടപടികൾ എടുക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. എന്താണെങ്കിലും കേസിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഓഫീസർ കമാൻഡ് ഒളിവിൽ. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഓഫീസർ കമാൻഡ് പ്രേമൻ ഒളിവിൽ പോയത്. പ്രേമന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. ഈ മാസം 18, 22 തീയതികളിലാണ് പരാതിക്കിടയായ സംഭവമുണ്ടായത്. വൈകിട്ട് 6 മണിയോടെ ജോലി കഴിഞ്ഞ് രാമവർമ്മപുരത്തെ ഓഫീസിൽ നിന്നും മടങ്ങിയ വനിതാ ഹവീൽദാറെ കേരള പോലീസ് അക്കാദമി ഓഫീസ് കമാൻഡന്റ് പ്രേമൻ തിരികെ ഓഫീസിലേക്ക് വിളിച്ചു. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. പിന്നീട് ഈ വിവരം സഹപ്രവർത്തകരോട് പറയുകയായിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെതിരെ കടുത്ത നടപടി വേണമെന്നും അക്കാദമിയിൽ തുടരാനാകില്ലെന്നും മാനസികമായി ഏറെ പ്രയാസത്തിലാണെന്നും ഉദ്യോഗസ്ഥ ഡയറക്ടറെ നേരിട്ട് പരാതിയായി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ പ്രേമനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് പുറമെ വകുപ്പ് തല നടപടികളും ഉണ്ടാകും. ഉദ്യോഗസ്ഥയുടെ പരാതി കൈമാറിയതനുസരിച്ച് വിയ്യൂർ പോലീസ് പ്രേമനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം തുടങ്ങുകയും പരാതിക്കാരിയിൽ നിന്നും പരാതി രേഖാമൂലം വാങ്ങുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് പ്രേമൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നൊരു സൂചന കൂടി പുറത്തുവരുന്നുണ്ട്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. 2 ജില്ലകളിൽ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, എന്താണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ? താൽക്കാലികമായി മഴ മാറി നിൽക്കുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ. പുതിയ മുന്നറിയിപ്പ് പ്രകാരം എവിടെയൊക്കെയാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്? ആര്യ, ഇന്ന് മഴയ്ക്ക് നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു. നല്ല മഴ ശക്തി കുറഞ്ഞ മഴയാണ് ഇന്ന് പല ജില്ലകളിലും ഉണ്ടായത്. പല ജില്ലകളിലും ഇന്ന് മഴ നല്ല രീതിയിൽ കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ് പ്രകാരം 2 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കോഴിക്കോട്, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഒപ്പം 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. എന്തായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ജൂൺ 2 വരെ മഴയുണ്ടാകും. നാളെയും 5 ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് ഉണ്ട്. എന്തായാലും മഴ രാവിലെ ഒന്ന് ശക്തി കുറഞ്ഞെങ്കിലും ഇപ്പോൾ ശക്തിയോടെ വീണ്ടും പെയ്യും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. കോഴിക്കോട് കോവൂരിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം മുട്ടി 2 പേർ മരിച്ചു. കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് സംഭവം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വളരെ ദാരുണമായ ഒരു അപകടം, 2 പേരാണ് മരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നത്? കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിലെ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടെയാണ് 2 പേർ ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നത്. കൂരാച്ചുണ്ട് സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 4:00 സംഭവം. അമ്മാസ് ദാബ എന്ന പേരുള്ള ഹോട്ടലിലാണ് സംഭവം ഉണ്ടായത്. കുറച്ചു കാലമായി ഈ ഹോട്ടൽ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ട രീതിയിൽ തുടരുകയുമായിരുന്നു. 2 അടിയോളം വലിപ്പത്തിലുള്ള ദ്രവ മാലിന്യമാണ് ശേഖരമാണ് ഉണ്ടായിരുന്നത്. ഇത് വൃത്തിയാക്കാനായി തൊഴിലാളികൾ അകത്തേക്ക് ഇറങ്ങിയായിരുന്നു.
ആദ്യം ഇറങ്ങിയ ആൾ ബോധം കെട്ട് വീണതോടെ അത് പരിശോധിക്കാനായി രണ്ടാമത്തെ ആളും താഴേക്ക് ഇറങ്ങിയായിരുന്നു. ഇയാളും ബോധം കെട്ട് വീഴുകയായിരുന്നു. തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വെള്ളിമാടുകുന്ന് നിന്നും സുരക്ഷാ സേന എത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും രണ്ടുപേരും ഈ വിഷവാതകം ശ്വസിച്ചായിരിക്കും മരിച്ചതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും മറ്റും എത്തിയിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന് ലോകായുക്തയുടെ ചുമതല. ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന് ലോകായുക്തയുടെ ചുമതല നൽകുന്ന വിജ്ഞാപനത്തിന് ഗവർണർ അംഗീകാരം നൽകി. ലോകായുക്ത നിയമത്തിൽ പുതുതായി ചേർത്ത സെക്ഷൻ 5A പ്രകാരമാണ് ചുമതല നൽകിയത്. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമൻ MLAക്ക് ആശ്വാസം. വിജയം ചോദ്യം ചെയ്തുള്ള UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സിറിയക് തോമസ് കോടതിയെ സമീപിച്ചത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. ഇലക്ഷൻ പെറ്റീഷൻ അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. തികച്ചും നിർഭാഗ്യകരമായിപ്പോയി. ജഡ്ജ്മെന്റ് വരുമ്പോഴെന്താണ് കോടതി അതിനകത്ത് ഒരു തീർപ്പെടുത്തുന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും ജഡ്ജ്മെന്റ് പഠിച്ചതിന് ശേഷം എന്റെ അഭിഭാഷകനോടും അതുപോലെ തന്നെ നിയമ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. സിറിയക് തോമസ് ഉന്നയിച്ച ആരോപണം ഹർജിയിൽ ഉന്നയിച്ചത് വാഴൂർ സോമനുമായി ബന്ധപ്പെട്ട് സോമന്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല, അതല്ലെങ്കിൽ അപൂർണമായ നാമനിർദ്ദേശം സമർപ്പിച്ചു എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാനമായും ഉന്നയിച്ച കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാഴൂർ സോമൻ ഈ വെയർഹൌസ് കോർപ്പറേഷന്റെ ചെയർമാൻ ആയിരിക്കെയാണ് അദ്ദേഹം ഈ ഒരു അതായത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശം നൽകിയത്. ഇത് ഇരട്ട പദവി കൈകാര്യം ചെയ്യുന്നത് കൈവശം വയ്ക്കുന്നതിന് തുല്യമാണ്. അത് നാമനിർദ്ദേശം സമർപ്പിച്ചപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അത് തള്ളിക്കളയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അത് മാത്രമല്ല, വാഴൂർ സോമന്റെ ആസ്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല, അദ്ദേഹത്തിന്റെ ബാധ്യത എത്ര, അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയുമായിരുന്ന സിറിയക് തോമസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. എന്നാൽ ആ ഹർജി ഹൈക്കോടതി നിരുപാധികം തള്ളിയിരിക്കുകയാണ്. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100ാമത്തെ ക്ലോസ് അനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ, അതായത് തെരഞ്ഞെടുപ്പിൽ നിന്നും അയോഗ്യനാക്കാനുള്ള നടപടികൾ എന്തൊക്കെ എന്നാണ് 100ാമത്തെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100ാമത്തെ ക്ലോസ് വിശദീകരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് സിറിയക് തോമസ് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ കോടതിയുടെ വിധിപ്പകർപ്പ് ഇനിയും എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിറിയക് തോമസിന്റെ ഹർജി തള്ളിയിരുന്നത് എന്ന് ഇനിയുമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം സിറിയക് തോമസ് ഇത് നിരാശാജനകമായ ഒരു വിധിയാണ് എന്ന് തന്നെയാണ് പ്രതികരിച്ചത്. ഇനിയും ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പ് വന്ന ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ വ്യക്തതയാവുകയുള്ളൂ. സുപ്രീം കോടതിയെ സമീപിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കുള്ള നീക്കങ്ങളൊക്കെ അതിനനുസരിച്ചാകുമെന്നും സിറിയക് തോമസ് നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു മൂന്ന് തവണ ES ബിജിമോള് മത്സരിച്ച മണ്ഡലത്തിൽ കാനം രാജേന്ദ്രന്റെ അനുയായി എന്ന നിലയിലാണ് വാഴൂർ സോമനെ മത്സരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ MLA ആയ ശേഷവും വാഴൂർ സോമനെതിരെ PSC ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉദ്യോഗാർത്ഥിയിൽ നിന്നും പണം വാങ്ങി PSCയുടെ ജോലി കിട്ടുന്നതുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കാം, വളരെ വേഗത്തിലാക്കാം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്ന അത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും ഈ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നതല്ലാതെ വാഴൂർ സോമനെ അങ്ങേറ്റം സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജിയിലെ വിധി CPIക്ക് അങ്ങേറ്റം ആശ്വാസകരമാണ് എന്ന് തന്നെ വേണം പറയാൻ. CPIയെ സംബന്ധിച്ചിടത്തോളം വാഴൂർ സോമനെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടി മുന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജനാധിപത്യത്തിലും നിയമവ്യവസ്ഥയിലും വിശ്വാസമുള്ളയാളാണ് താനെന്നും നീതിയുക്തമായ തീരുമാനമാണ് കോടതിയുടേതെന്നും വാഴൂർ സോമൻ MLA പ്രതികരിച്ചു. കേരള ഹൈക്കോടതിയുടെ ഈ വിധി എന്തുകൊണ്ടും ശരിയായ ഒരു തീരുമാനമാണ്. കോടതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഒരിക്കൽ കൂടി അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്.
വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. ലീഗ് പ്രവർത്തകൻ PK ഖാസിം നൽകിയ ഹർജിയിലാണ് നടപടി. പോലീസ് സ്വീകരിച്ച നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. അങ്ങേറ്റം വിവാദമായ ഒരു പരാതി തന്നെ ആയിരുന്നു ഇത്. കാരണം ഇക്കാര്യത്തിൽ ഈ PK ഖാസിമിന്റെ കാര്യത്തിൽ പോലീസ് അങ്ങേറ്റം അലംഭാവം കാണിച്ചു എന്ന് വ്യക്തമാണ്. ഈ ഒരു പരാതി വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ആ ദിവസമാണ്, ഏപ്രിൽ 24-നാണ്. ആ ദിവസം തന്നെ കൃത്യമായിട്ട് കാഫിറാണ് അല്ലെങ്കിൽ കാഫിറിന്റെ മൊബൈലിൽ നിന്ന് ഖാസിമിന്റെ മൊബൈലിൽ നിന്നാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വന്നത് എന്നൊരു പരാതി ഉന്നയിക്കുകയും CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത് പ്രചരിച്ചതെന്നും കാട്ടി ഈ PK ഖാസിം തന്നെ യൂത്ത് ലീഗ് നേതാവാണ്. അദ്ദേഹം തന്നെ പോലീസിനെ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഇത് PK ഖാസിമിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് പോലീസ് പോയത്. എന്നാൽ തുടർന്ന് ഖാസിം ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണുണ്ടായത്. ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരുക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് KK ലതിക അടക്കമുള്ളവരുടെ മൊഴി ഇക്കാര്യത്തിൽ പോലീസ് എടുക്കുന്നത്. അതായത് ഖാസിം ഹൈക്കോടതിയിലേക്ക് ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നറിഞ്ഞപ്പോൾ ഹൈക്കോടതി ചോദിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു, അല്ലെങ്കിൽ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് മുന്നോട്ട് നീക്കുപോക്കാണ് പോലീസ് കൈക്കൊണ്ടത് എന്നതായിരിക്കും ഹൈക്കോടതി ആദ്യം ചോദിക്കുന്നത്. പോലീസിനും അറിയാം. അതുകൊണ്ട് തന്നെ തിരക്കിട്ട് പിടിച്ച് പോലീസ് ഇക്കാര്യത്തിൽ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളും നടത്തുകയായിരുന്നു എന്നാണ് ഖാസിമിന്റെ പരാതി. അത് മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി ചോദിച്ചതും അത് തന്നെയാണ്. പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം 2 ആഴ്ചക്കകം വ്യക്തമാക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളെയും തൊട്ടറിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ശൃംഖല ഇന്ത്യ എങ്ങോട്ട്, ഏറ്റവും വലിയ എക്സിറ്റ് പോളുമായി ന്യൂസ് 18. നാളെ വൈകിട്ട് 5 മണി മുതൽ ദ ബിഗ്ഗസ്റ്റ് എക്സിറ്റ് പോൾ. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. എപ്പോഴും ഈ സൂര്യോദയം കാണാനും ഈ ത്രിവേണി സംഗമത്തിലേക്ക് ആ ഭാഗത്ത് ഇറങ്ങാനും ഒക്കെ എപ്പോഴും കരുതുന്നു. പക്ഷെ ഇന്ന് അവിടേക്ക് കടക്കാൻ കഴിയില്ല. അവിടെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഇവിടെ തുടരുന്നതിന്റെ ഭാഗമായാണ് മലയാളികളും അതുപോലെ തമിഴ്നാട്ടുകാരും നോർത്ത് ഇന്ത്യൻസുമായിട്ട് നിരവധി പേർ ഇവിടെ ഇന്നും ഈ വിനോദസഞ്ചാരത്തിനായി കന്യാകുമാരിയിലെ പ്രഭാതം, ഏറ്റവും പ്രശസ്തമായ, ലോകത്തിന് ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും മനോഹരമായ പ്രഭാത ദൃശ്യങ്ങളിലൊന്നാണ് കന്യാകുമാരിയിലെ സൂര്യോദയം. അതുപോലെ സൂര്യാസ്തമയം സമാനമായ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ മൌനപ്രചരണ ദിവസം അദ്ദേഹം ഇവിടെയാകും, ഈ വിവേകാനന്ദ പാറയിലാകും അദ്ദേഹം ധ്യാനമിരിക്കുക. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ധ്യാനം, ഇന്നലെ സന്ധ്യയോടുകൂടി ധ്യാനം തുടരുക. 45 മണിക്കൂറിലധികം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ ധ്യാനമിരിക്കുമെന്നാണ് അദ്ദേഹവുമായി നേരത്തെ ലഭിച്ച റിപ്പോർട്ടുകൾ. ഏതായാലും നാളെ വൈകിട്ട് 3 മണി വരെ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ ഗസ്റ്റ് ഹൌസിൽ അല്പസമയം വിശ്രമിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അവിടെ ആ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അവിടെ ആരതി ഒഴിയുകയും പൂജാരി ഷോളണിയിച്ച് പ്രധാനമന്ത്രി സ്വീകരിക്കുകയും പ്രസാദം നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത്. വിവേകാനന്ദ പാറയിൽ വന്ന് അദ്ദേഹം ഈ ചുറ്റും കുറച്ചു സമയം ഈ പാറയ്ക്ക് ചുറ്റും നടന്നു. അതിനുശേഷം അദ്ദേഹം അസ്തമയം കണ്ടു. സൂര്യാസ്തമയം കണ്ട ശേഷമാണ് ധ്യാനത്തിനായി മണ്ഡപത്തിനുള്ളിലേക്ക്, വിവേകാനന്ദ മണ്ഡപത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. സ്വാമി വിവേകാനന്ദൻ ഒരു പതിറ്റാണ്ടിന് മുമ്പ്, 130 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും മുമ്പ് ധ്യാനമിരുന്ന മണ്ഡപമാണ് പിന്നീട്, പാറയാണ് പിന്നീട് വിവേകാനന്ദ പാറയായും ഇത്രയധികം പ്രശസ്തമായ, ലോകപ്രശസ്തമായ ടൂറിസം തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു. ഏതായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസമാണ്. നിശബ്ദ പ്രചരണ ദിവസം ഇത്തരത്തിലൊരു ധ്യാനത്തിലൂടെ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. എന്താണ് അദ്ദേഹം ലക്ഷ്യപ്പെടുന്നതെന്ന പ്രതിപക്ഷം പറയുന്നത്? സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബംഗാളിൽ 9 മണ്ഡലങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും വിവേകാനന്ദ പാറയെ
പ്രധാനമന്ത്രി ധ്യാനം വളരെ ആ രീതിയിൽ കൂടി വളരെ പ്രസക്തമാണ്. സ്വാമി വിവേകാനന്ദനോട് ബംഗാളുകാർക്കുള്ള പശ്ചിമ ബംഗാളുകാർക്കുള്ള സ്നേഹം, അവരുടെ ആരാധനയൊക്കെ വളരെ പ്രശസ്തമാണ്. ബംഗാളിലേക്ക് കൂടുതൽ ശക്തമായി കടന്നു കയറാനുള്ള ബിജെപിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ്. കൂടുതൽ വാർത്തകളിലേക്ക്. കർണാടക സർക്കാരിനെ പുറത്താക്കാൻ രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിൽ മൃഗബലി നടത്തിയെന്ന DK ശിവകുമാറിന്റെ ആരോപണത്തിൽ രാഷ്ട്രീയ വിവാദം. ശത്രു സംഹാര പൂജയുടെ ഭാഗമായി കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു കേന്ദ്രത്തിൽ നിരവധി മൃഗങ്ങളെ അടക്കം ബലിയർപ്പിച്ചുവെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഭവം വാർത്തയായതോടെ തളിപ്പറമ്പ് മാടായിക്കാവിലെ പൂജാരിമാരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി. മൃഗബലി നടന്നെന്ന ആക്ഷേപം നിഷേധിച്ച് ദേവസ്വം മന്ത്രിയും രംഗത്തെത്തി. ഇന്നലെ ബംഗളൂരുവിൽ DK ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ: ನೋಡಪ್ಪ, ಕೇರಳಲ್ಲಿ ಒಂದು ದೊಡ್ಡ ನನ್ನ ಮೇಲೆ ಪ್ರಯೋಗ ನಡೀತಾ ಇದೆ. ನನ್ನ ಮೇಲೆ ನಮ್ಮ ಸರ್ಕಾರದ ಮೇಲೆ ಇದೆಲ್ಲ ಬರ್ಕೊತಾರೆ. ಯಾವುದು ಪೂಜೆ ನಡೀತಾ ಇದೆ, ನಮ್ಮ ಹೆಸರಿಟ್ಟೆ ಮಾಡಿಸ್ತಾವ್ರೆ. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. കണ്ണൂർ ജില്ലയിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തായ ഒരിടത്ത് തന്നെയും സർക്കാരിനെയും താഴെയിറക്കാൻ ശത്രു സംഹാര പൂജ നടത്തി. നിരവധി ആടുകൾ, പന്നികൾ, കോഴികൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി മൃഗബലി നടത്തി. ഹീനമായ ഏത് മാർഗവും രാഷ്ട്രീയ എതിരാളികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും തന്നെയോ സർക്കാരിനെയോ ഇത് ഏശില്ലെന്നാണ് ശിവകുമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന കർണാടകയിൽ DK ശിവകുമാർ ഉന്നയിച്ച ഈ ആരോപണത്തിന് ഇരട്ട പ്രഹരശേഷിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ താഴെ വീഴുമെന്ന് BJP നേതാക്കൾ പറഞ്ഞതിന് പിന്നാലെയാണ് DKSന്റെ ഈ നീക്കം. മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ കുമാരസ്വാമി കേരളത്തിലെത്തിയപ്പോഴാണ് DK ശിവകുമാർ ഈ പ്രസ്താവന നടത്തിയത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കർണാടകയിലെ BJP JDS നേതാക്കളായ നിരവധി പേർ കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്താറുണ്ട് എന്നതും ആരോപണത്തിന് കൂടുതൽ ശക്തി പകർന്നു. എന്നാൽ രാജരാജേശ്വര ക്ഷേത്രത്തിലോ പരിസരങ്ങളിലോ ഇത്തരം പൂജകളൊന്നും നടന്നിട്ടില്ലെന്ന് ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കി. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ പ്രസ്താവനകൾ ശരിക്കും സത്യവിരുദ്ധ, വാസ്തവവിരുദ്ധ. അത് 100% അങ്ങനെ ഒരു യാഗം ഇവിടെ നടക്കാറില്ല. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമോ അല്ലെങ്കിൽ അതിന് പരിസരത്തോ ഇങ്ങനെ ഒരു മൃഗബലിയോ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജയോ നടന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തളിപ്പറമ്പ് അമ്പലത്തിൽ അങ്ങനെ ഒരു പൂജ ഉണ്ടാവാറില്ല. ഇവിടെ അങ്ങനെ ഒരു പൂജ ഇല്ല, ഒരു മൃഗബലിയും നടന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ റിപ്പോർട്ട് കിട്ടിയത്. അന്നേരം നമ്മൾ കൃത്യമായി എല്ലാം അന്വേഷിച്ചു. അത് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അത് ദേവസ്വം ശക്തിമായി അതിൽ പ്രതിഷേധമുണ്ട്, ദേവസ്വത്തെ കൂടെ അതിൽ വലിച്ചിഴച്ചത്. അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ദേവഗൗഡ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇവിടെ വന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇപ്പം വന്നിട്ടില്ല. വിവാദമുയർന്നതോടെ പോലീസ് മാടായിക്കാവ് ക്ഷേത്ര പൂജാരികളുടെ വീട്ടിൽ പരിശോധന നടത്തി. മാടായിക്കാവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ആചാരം നിലനിന്നിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പിന്നീട് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാന ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ശിവകുമാറിന്റെ പ്രസ്താവന തള്ളി. കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരം ആചാരങ്ങൾ നിലവിലില്ലെന്ന് മന്ത്രി ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വിവാദമുണ്ടാക്കുന്നതിനപ്പുറം ശിവകുമാറിന്റെ പ്രസ്താവനയിൽ വസ്തുതയില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എന്നാൽ DK ശിവകുമാറിന്റേത് വർഗീയ പരാമർശമെന്നായിരുന്നു MB ഗോവിന്ദന്റെ വിഷയത്തിലെ പ്രതികരണം. ഭ്രാന്തമായ പരാമർശമെന്നായിരുന്നു വിമർശനം. ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദം ഉപയോഗിക്കുക? പറഞ്ഞോ, പറയാണ്ട് ആ പദം ഞാൻ ഉപയോഗിച്ചോളൂ, എനിക്കെന്ത് വിഷമം? ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദമാണ് ഉപയോഗിക്കുക? പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. പെരിഞ്ചല്ലൂർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു. ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പറമ്പ്. അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല.
പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം പായിപ്പാട് എട്ടിയാഗിരി പാടശേഖരത്തിൽ താറാവുകളെ കൊന്നു തുടങ്ങി. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദൌത്യ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കള്ളി. കോട്ടയത്ത് ഇത് ഇത്തവണ രണ്ടാമത്തെ സ്ഥലത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. രണ്ടിടത്തും H5N1 പനിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭോപ്പാലിലെ ലാബിലെ പരിശോധനാ ഫലം ഇന്നലെയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഈ പായിപ്പാട് ഈ 1-ാം വാർഡിലെ ഈ പാടത്തെ താറാവുകൾ ചത്തൊടുങ്ങുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ പക്ഷിപ്പനി എന്ന സംശയമുണ്ടായിരുന്നു. അവിടെ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ പക്ഷികളെ കൊന്നൊടുക്കി അതിന്റെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കള്ളിംഗ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 18,000-ഓളം താറാവുകളാണ് ഈ ഒരു കർഷകന് മാത്രം ഉള്ളത്. ഈ ഒരു കർഷകനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാണ്ട് 5 മാസമായി വളർത്തുന്ന താറാവുകളാണ് ഈ പക്ഷിപ്പനി ബാധിച്ച ഈ മുഴുവൻ താറാവുകളും. ഈ 1 കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ ഈ കള്ളിംഗ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കും. മാത്രമല്ല ഇവിടെയുള്ള കോഴികൾ അടക്കമുള്ളവയുടെ മുട്ട, താറാവിൻ്റെയൊക്കെ മുട്ട വിൽക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ, ഈ ഇറച്ചി വിൽപ്പന അടക്കമുള്ള നിയന്ത്രണങ്ങൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലുമുണ്ട്. അതായത് 10 കിലോമീറ്റർ പരിധിയിലുണ്ട്. കുറിച്ചി, തൃക്കൊടിത്താനം, ഒപ്പം തന്നെ വാഴപ്പള്ളി എന്നീ 3 പഞ്ചായത്തുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും ഈ നിയന്ത്രണം ഉണ്ടാകും. അത് ജൂൺ 2 വരെയാണ് ഈ സ്ഥലങ്ങളിൽ നിയന്ത്രണമുള്ളത്. അതേസമയം തന്നെ 1 കിലോമീറ്റർ പരിധിയിലുള്ള നിയന്ത്രണം അത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ആ നിയന്ത്രണം തുടരും എന്നതാണ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ദൗത്യ സംഘം തന്നെ ഈ കള്ളിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും മണർകാട് ഫാമിലും അതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുമായിട്ട് ഏതാണ്ട് 9,500-ഓളം പക്ഷികളെയാണ് കഴിഞ്ഞ ആഴ്ച കൊന്നൊടുക്കിയത്. ഈ ഒരു പ്രദേശത്ത് ഒരു കനത്ത ജാഗ്രതയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പക്ഷിപ്പനി വരാറുണ്ട്. അതിനെയൊക്കെ കള്ളിങ്ങിലൂടെ കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും മൃഗസംരക്ഷണ വകുപ്പിനും കഴിയാറുണ്ട്. എന്തായാലും ഇന്നും ഈ ഒരു പ്രദേശത്തും വളരെ ഊർജിതമായി തന്നെ ഈ സംസ്കരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച ആദിവാസി യുവതി മരിച്ചു. കൊല്ലംകടവ് ഊരിലെ വള്ളിയാണ് മരിച്ചത്. കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അട്ടപ്പാടി കൊല്ലംകടവ് ഊരിലെ വള്ളി എന്ന 26-കാരിയാണ് സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ അരിവാൾ രോഗം പൊതുവെ ജനിതക രോഗമാണെങ്കിൽ പോലും ഇത് പോഷകാഹാരക്കുറവാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള രോഗം ബാധിക്കാനുള്ള സാധ്യത. ഇത് വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസികൾക്കിടയിൽ ഈ രോഗം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിന് കൃത്യമായൊരു ചികിത്സാ സംവിധാനമില്ല. പ്രധാനമായും പോഷകാഹാരം, അതുപോലെ തന്നെ വൈറ്റമിൻ ഗുളികകളും മറ്റുമാണ് കൊടുക്കുന്നത്. ഇത് ഈ നമ്മളെ രക്താണു അരിവാൾ പോലെ വളയുന്നത് കൊണ്ടാണ് ഇതിനെ അരിവാൾ രോഗം എന്ന് പറയുന്നത്. ആദിവാസികൾ മാത്രമല്ല, വയനാടൻ ചെട്ടിമാർക്കിടയിലും അവരുടെയും ഏറെക്കുറെ അവരുടെ ജീവിത രീതിയും ആദിവാസികളുടെ ജീവിത രീതിയും തമ്മിൽ വലിയൊരു വ്യത്യാസം ഇല്ല പലയിടത്തും. അതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് മാത്രമല്ല, ഈ വയനാടൻ ചെട്ടിമാർക്കിടയിലും ഈ രോഗമുണ്ട്. ഇത് പ്രധാനമായും ഇപ്പോൾ അട്ടപ്പാടിയിൽ ഉണ്ടായിരിക്കുന്ന മരണം, അവരെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലായിരുന്നു അവർക്ക് ചികിത്സ ഉണ്ടായിരുന്നത്. പ്രതിരോധശേഷി പൂർണ്ണമായും നമ്മുടെ പ്രതിരോധശേഷിയെ കാർന്നെടുക്കുന്ന രീതിയിൽ ഈ രക്താണു പൂർണ്ണമായും വളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ 26-കാരിയുടെ മരണത്തിലേക്ക് നയിച്ച കാര്യം ഇതാണ്. എന്തായാലും ഈ അട്ടപ്പാടിയിൽ ഒരു പോഷകാഹാരക്കുറവ്, ആദിവാസി മേഖലയിൽ പ്രധാനമായും ഈ പോഷകാഹാരം ലഭിക്കാതെ, അതായത് മാതാവിന് പോഷകാഹാരക്കുറവുള്ളതുകൊണ്ട് മാതൃശിശുക്കൾ മരിക്കുന്ന, അല്ലെങ്കിൽ നവജാത ശിശുക്കൾ മരിക്കുന്ന ഒരവസ്ഥ വർദ്ധിച്ചു വരുന്ന ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം, അടുത്ത കാലത്ത് തന്നെ ഒരു വർഷത്തിനിടയിൽ തന്നെ നിരവധി മരണങ്ങൾ അട്ടപ്പാടിയിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സാ സംവിധാനമില്ല. വയനാട്ടിലെ വിവേകാനന്ദ ആശുപത്രിയിലും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലുമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ചികിത്സയുള്ളത്. എന്തായാലും ഈ ഒരു രോഗം ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് നല്ല ഭക്ഷണത്തിലൂടെ മാത്രമാണ്, പോഷകസമൃദ്ധമായ ഭക്ഷണത്തിലൂടെ മാത്രമേ ഇത് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. സാധാരണ നിലയിൽ ഇത് പ്രായം ചെന്ന ആളുകളെയാണ് കൂടുതൽ അവരുടെ ശരീരത്തെ ആക്രമിക്കുകയും അങ്ങനെ അവർ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 26-കാരിയായ വള്ളി മരിച്ചത് വളരെ ദുഃഖകരമാണ്. എന്തായാലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുകയും ഇത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതും അനിവാര്യമാണ്. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കുപയോഗിച്ച് ആലപ്പുഴയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അട്ടിമറി ശ്രമം. ഒന്നാം പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് എയർ ഗൺ. അനൂപ് തന്നെ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് തെരച്ചിൽ. അതേസമയം പോലീസ് കണ്ടെടുത്ത തോക്ക് വ്യാജമാണെന്ന് വ്യവസായി അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചു. ആദ്യഘട്ടം മുതൽ തന്നെ കേസ് ഒതുക്കി തീർക്കാൻ പ്രാദേശിക CPM നേതൃത്വം ഇടപെടുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ ഒന്നാം പ്രതിക്ക് ജാമ്യവും ലഭിച്ചു. തുടക്കം മുതൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമായ കേസാണ് യുവ വ്യവസായിയെ ആലപ്പുഴയിൽ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. പ്രതികൾ ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ തന്നിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് കണ്ണൂരിലെ വ്യവസായിയായ അഭിഷേക് പോലീസിന് മൊഴി നൽകിയത്. നടുറോട്ടിൽ തോക്കു ചൂണ്ടി കൊലവിളി നടത്തിയ സംഭവത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ കേസെടുക്കാൻ മാരാരിക്കുളം പോലീസ് വിമുഖത കാട്ടിയത് മുതൽ തുടങ്ങുന്നു അട്ടിമറി ശ്രമം. അന്വേഷണത്തിലെ നിർണായകമായ ആദ്യ ദിവസങ്ങൾ പോലീസ് അനാസ്ഥ മൂലം നഷ്ടമായ കേസിൽ പട്ടണക്കാട് SHOയ്ക്ക് അധിക ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കൃത്യത്തിന് ഉപയോഗിച്ചുവെന്ന പ്രതികൾ പറഞ്ഞ തോക്ക് പോലീസ് കണ്ടെത്തിയെങ്കിലും യഥാർത്ഥ തോക്കിന് പകരം എയർഗൺ നൽകി കബളിപ്പിക്കുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും പരാതിക്കാരന്റെയും കണക്കുകൂട്ടൽ. തനിക്ക് നേരെ പ്രതികളായ അനൂപും മനോജും ചൂണ്ടിയ തോക്ക് എയർഗൺ അല്ലെന്നും യഥാർത്ഥ തോക്കാണെന്നും നിലവിൽ പോലീസ് കണ്ടെത്തിയ എയർഗൺ വ്യാജമാണെന്നും പരാതിക്കാരനായ വ്യവസായി ന്യൂസ് 18നോട് പറഞ്ഞു. ഈ തോക്കല്ല ഞാൻ ഇപ്പൊ കാണിച്ച തോക്ക് എന്താ വ്യത്യാസം? എന്താ കാണിച്ച തോക്കിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ അത് നമ്മൾ അന്ന് ഉണ്ടാക്കുന്നത് കാറിന്റെ ലൈറ്റിൽ ശരിക്കും നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം വൈറ്റ് കളർ ലൈറ്റ് ആണ്, ബ്രൈറ്റ് ലൈറ്റ് ആയിരുന്നല്ലേ. അതില് ഇത് ബ്ലാക്ക് ഇങ്ങനെ എന്താ പറയാ ഗ്ലോസി കളർ ബ്ലാക്ക്, നല്ല ഫുൾ തിളങ്ങുന്ന ബ്ലാക്ക്. ഇത് പക്ഷെ എന്താ പറയാ പെയിന്റ് ഒക്കെ പോയിട്ടുള്ള സാധനം. പെരിയുടെ സൈഡില് ചെറിയൊരു വളവുണ്ടായിരുന്നു. ഇതിപ്പോ കാണിച്ചത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വളമില്ലാത്ത പോലെ. കേസിന്റെ ഗൌരവം കുറക്കാനും തോക്കിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം മുന്നോട്ടു പോകാതിരിക്കാനും പോലീസുമായി ചേർന്ന പ്രാദേശിക CPM നേതൃത്വം പ്രതികൾക്കായി ഇടപെടുന്നുവെന്ന ആരോപണം ശക്തമാണ്. കേസിൽ പ്രതികളുമായി തുടക്കം മുതൽ ബന്ധപ്പെട്ട CPIM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസ് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ശേഷി അധികമില്ലാത്ത പ്രതികൾക്ക് കണ്ണൂരിലെ വ്യവസായിയുമായി ചേർന്ന് കോടികളുടെ ബിസിനസ് പങ്കാളിത്തം ആരംഭിക്കാൻ പണം മുടക്കിയതിനു പിന്നിൽ കഞ്ഞിക്കുഴിയിലെ CPM നേതാക്കന്മാരാണെന്ന ആരോപണമുണ്ട്. വിവാദ കേസിൽ ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ചോദ്യം ചെയ്തിട്ടും ജില്ലയിലെ പാർട്ടി നേതൃത്വം മൗനം പാലിക്കുകയാണ്. CPMനുള്ളിൽ പൊട്ടിത്തെറി നിലനിൽക്കുന്ന ജില്ലയിൽ തോക്ക് വിവാദം കത്തിപ്പടരുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 33 വർഷം കഠിന തടവും 2,20,000 രൂപ പിഴയും. പത്തനംതിട്ട അടൂർ കളത്തട്ട് സ്വദേശി നന്ദു എന്ന് വിളിക്കുന്ന വിധു കൃഷ്ണനെയാണ് ശിക്ഷിച്ചത്. പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയുമാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പത്തനംതിട്ട പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴ ഒടുക്കാതിരുന്നാൽ 22 മാസം അധിക തടവും ശിക്ഷയും അനുഭവിക്കണം. 2019 കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബിസിനസ് വഞ്ചന കേസിൽ ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി. 34 കുറ്റങ്ങളും തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തി. ഏകകണ്ഠമായാണ് ജൂറി ട്രംപ് കുറ്റക്കാരനെന്ന് വിധിച്ചത്. ജൂലൈ 11-നായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക. അതേസമയം കേസ് കെട്ടിച്ചമച്ചതെന്ന് ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും രാജ്യം നരകത്തിലേക്കാണ് പോകുന്നതെന്നും താൻ നിരപരാധിയാണെന്നും ട്രംപ് പറഞ്ഞു. ഒരിടവേള കൂടി. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. തവണ 400 അടിക്കും, നിങ്ങൾ 300 അടിക്കുന്ന ഇവിടെ എല്ലാരും പറയാറ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? അതല്ല പറഞ്ഞതേ, മോദി 400 അടിച്ച് അധികാരത്തിൽ വരും. മോദിക്കും അമിത്ഷായ്ക്കും പോലും ഇല്ല ഇത്ര ആത്മവിശ്വാസം. നമ്മൾ അതിനുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മോദി പണി എടുത്തിട്ടുണ്ട്, പക്ഷേ 400 കുറച്ച് പാടായിരിക്കും. ബെറ്റുണ്ടോ? ഇക്കാര്യത്തിലുണ്ട്. 400-ന് മുകളിൽ മോദിക്കും NDAയ്ക്കും സീറ്റ് കിട്ടിയാൽ രേണുക മീശ വെച്ച് ഓൺ എയർ ബെറ്റിന് ഞാൻ തരാം. ശരി. പകരം മോദി 400 അടിച്ചില്ലെങ്കിൽ 4-ാം തീയതി മീശ എടുത്ത് വാർത്ത വായിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ശരി, സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. 4-ാം തീയതി ഇവിടെ ഉണ്ടാവണം. അപ്പോ 4-ാം തീയതി ഇവിടെ ഉണ്ടാവണം. ഉറപ്പായിട്ടും. ഓക്കെ, കാണാം.
പ്രചരണ ദിവസം പ്രധാനമന്ത്രി, അതും നാളെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ആ ദിവസം അദ്ദേഹം ഇവിടെ എത്തിയതിന് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അവർ സംശയിക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് DMKയും അതുപോലെ കോൺഗ്രസും ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം റദ്ദാക്കണം, ഈ ധ്യാനത്തിന് അനുമതി നൽകുന്ന ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുകയും ചെയ്തിരുന്നു DMKയും അതുപോലെ കോൺഗ്രസും ഒക്കെ. അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ധ്യാനത്തിന് അത്തരത്തിൽ ഒരു തടസ്സവുമില്ല. അദ്ദേഹം ഏറ്റവും ദീർഘമായ, ഏറ്റവും വിശ്രമമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം, മാസങ്ങൾ നീണ്ട പ്രചരണത്തിന് ശേഷം അദ്ദേഹം ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഇവിടെ എത്തിയത് വിശ്രമിക്കാനാണ്, അദ്ദേഹത്തിന്റെ ആത്മീയ കാര്യങ്ങളിലേക്ക് കടക്കാനാണ്. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരം ധ്യാനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ ആവേശത്തോടുകൂടി BJP പ്രവർത്തകരും അതുപോലെ തന്നെ മോദിയുടെ അനുയായികളും ആരാധകരുമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷം അന്നും അതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ധ്യാനമിരുന്നാണോ, എന്ത് സന്ദേശമാണ് നൽകുന്ന ചോദ്യം അന്നും പ്രതിപക്ഷവും മോദി വിമർശകരും ഉന്നയിച്ചത്. പക്ഷെ അതൊന്നുമല്ല, അദ്ദേഹം കുട്ടിക്കാലം മുതൽ ഇത്തരത്തിൽ ആത്മീയ പാത ഇഷ്ടപ്പെട്ടിരുന്നയാളാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകനായി വന്നില്ലായിരുന്നു ഒരുപക്ഷെ ആത്മീയ രംഗത്തേക്ക് പോകാൻ താൻ ആഗ്രഹിച്ചിരുന്നു പലതവണ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും നരേന്ദ്രമോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധ്യാനം അവിടെ തുടരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ധ്യാനം. തിരികെ വാർത്തകളിലേക്ക്. ഉഷ്ണതരംഗം കനത്തതോടെ ഡൽഹിയിൽ ജലക്ഷാമം അതിരൂക്ഷം. പൊള്ളുന്ന ചൂടിൽ വെള്ളവുമായുള്ള ടാങ്കറുകൾക്കായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. ഹരിയാനയിൽ നിന്നും UPയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കൂടുതൽ വെള്ളം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ജലക്ഷാമത്തിന് ഉത്തരവാദി ആം ആദ്മി പാർട്ടിയാണെന്ന് ആരോപിച്ച് ഡൽഹിയിൽ BJP പ്രതിഷേധിച്ചു. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിൽക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു. 54 പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉഷ്ണതരംഗത്തിൽ മരിച്ചത്. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ച് കൊച്ചി കോർപ്പറേഷന് മുന്നിൽ UDF കൌൺസിൽ പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗത്തിൽ ബഹളം ഉണ്ടായി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കൌൺസിൽ യോഗം അവസാനിപ്പിച്ചു. പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നെന്ന് കൊച്ചി മേയർ അനിൽകുമാർ പറഞ്ഞു. മുൻ ഭരണസമിതിയുടെ വൻ വീഴ്ചകൾ ഓർക്കാതെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണമെന്നും മേയർ പറഞ്ഞു. അവിടെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഷയവും ചർച്ച ചെയ്യാറില്ല. അത് പരസ്പരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും UDFന്റെ ലീഡർ പ്രത്യേകിച്ച് നമ്മുടെ നഗരത്തിൽ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാവുകയും പല വീടുകളിലും വെള്ളം കയറുന്നൊരു സാഹചര്യമുള്ളപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സംസാരിക്കുമ്പോൾ അതിന് സമയം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. കാരണം ഒരു നല്ല ചർച്ച നമ്മുടെ വെള്ളക്കെട്ട് നിവാരണവുമായി ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. വളരെ കാലമായി വ്യത്യസ്തമായ കൗൺസിലുകൾ നിരവധി കാര്യങ്ങൾ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തി എന്നൊരു അവകാശവാദവും ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നില്ല. നമ്മൾ ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ ഒഴിവാക്കി കൊച്ചി നഗരം ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നൊരു കാര്യം, വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് ഈ പ്രശ്നം കുറെ കൂടി നന്നായിട്ട് പരിഹരിക്കാൻ കഴിയും എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മാധ്യമങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പത്തനംതിട്ട അട്ടത്തോട് ട്രൈബൽ കോളനിയിലുള്ളവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുമെന്ന് പ്രമോദ് നാരായണൻ MLA. KSRTC സർവീസ് നിർത്തിവെച്ചതോടെ പ്രദേശത്തെ കുട്ടികൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം News 18ലെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ പരിപാടിയിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഗതാഗത മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും MLA News 18നോട് പറഞ്ഞു. ഇവിടെ കുട്ടികൾ അടക്കമുള്ളവർ ചരക്കു വാഹനങ്ങളെയാണ് യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. അതിൻ്റെ കത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിഷയം ഏറ്റവും ഗൗരവത്തോടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം പറഞ്ഞതിനും ഓർമ്മിപ്പിച്ചതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു. സ്കൂൾ തുറക്കാനിരിക്കെ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിലെ ഫ്യൂസ് ഊരി KSEB. വൈദ്യുതി ബില്ലിൽ 24,016 രൂപയുടെ കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്നാണ് KSEBയുടെ നടപടി. പ്രശ്നം ഉടൻ പരിഹരിക്കാനാകുമെന്ന് DEO ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് സിന്ധു പറഞ്ഞു. S. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയമാണിത്.
ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതിയില്ല. KSEB ഫ്യൂസ് ഊരിയതാണ്. 80,000 ചില്ലാനം രൂപയായിരുന്നു ഇവിടുത്തെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തെ വൈദ്യുതി ബില്ല്. ഇതിൽ 24,016 രൂപ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം സർക്കാരിൽ നിന്ന് ഫണ്ട് വരാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഇത് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ ഫീസ് ഊരിയിട്ടുള്ളത്. 23 ജീവനക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. 18 കമ്പ്യൂട്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് KSEBയുടെ ഭാഗത്തുനിന്ന്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാത്ത പക്ഷം ഇവിടുത്തെ സ്കൂൾ പ്രവേശനോത്സവം നടക്കാനിരിക്കുന്നു, അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ ഡിലേ ആയിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം. ഫണ്ട് യഥാസമയം ലഭിക്കേണ്ടതുണ്ട്. ഇത് KSEBക്ക് അടച്ചാൽ മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു കത്ത് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ജൂനിയർ സൂപ്രണ്ടായ സിന്ധു പറഞ്ഞിട്ടുള്ളത്. അവർക്ക് പൈസ അടയ്ക്കാനുണ്ട്, നമ്മൾ അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അതിനുള്ള പുനഃസ്ഥാപിക്കാനുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. KSEB ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ അലോട്ട്മെന്റ് DPക്ക് അയച്ചിട്ടുണ്ട്. അവർ അനുവദിച്ചു തരാറുണ്ട്. വേഗം അനുവദിച്ചു തരാറുണ്ട്. ഇനി എത്ര ദിവസം ഇങ്ങനെ തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാർക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 23 ആളുകളുണ്ട് ഇവിടെ. കാര്യമായ മഴയില്ല, ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ഈ മുകൾ നിലയിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. എന്തായാലും ഫാനുകളും അതുപോലെ തന്നെ ബൾബുകളും ഒന്നും പ്രകാശിക്കാത്ത അവസ്ഥയാണ്. ഒപ്പം തന്നെ ഈ സിസ്റ്റം എല്ലാം തന്നെ കൃത്യമായി, ഈ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും എല്ലാം കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമായിരിക്കും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളുമായിട്ട്, അതായത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം എല്ലാം ഓൺലൈനായ ഒരു കാലത്ത് നമുക്ക് സ്വാഭാവികമായി ഇതിൽ സർക്കാരിന്റെ രേഖകൾ എല്ലാം തന്നെ കൂടുതലും സോഫ്റ്റ് കോപ്പികളാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വഴിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസമായി ചെയ്യാനാവാതെ പെൻഡിങ്ങിലാണ്. അത് എത്രയും പെട്ടെന്ന് KSEBയിലെ പ്രശ്നം വിദ്യാഭ്യാസ വകുപ്പ് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്. കേരള സർക്കാരിന്റെ ലഹരി വർജന ക്യാമ്പയിന്റെ 4ാം ഘട്ട പദ്ധതികളുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കളക്ടർ ഡോക്ടർ ചിത്ര എസ് നിർവഹിച്ചു. പാലക്കാട് കൊടുമ്പ് ശാന്തിഗിരി ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സിവിൽ സ്റ്റേഷനിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇനി നോക്കാം മറ്റു ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. നമസ്കാരം. ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം 20 മണിക്കൂർ വൈകി. AC ഇല്ലാതെ വിമാനത്തിൽ മണിക്കൂറുകളോളം യാത്രക്കാർ കുടുങ്ങി. ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരെ വിമാന കമ്പനി അധികൃതർ ഇടപെട്ട് വിമാനത്തിൽ നിന്നും പുറത്തിറക്കി. ഉത്തരേന്ത്യ ഉഷ്ണതരംഗ ദുരിതം തുടരുന്നു. ഒഡീഷയിലെ റൂർക്കേലയിൽ സൂര്യാഘാതമേറ്റ് 10 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇതിൽ 8 പേരെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചവരുടെ ശരീര താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്നിരുന്നു. കർണാടകയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയ ശക്തി പദ്ധതിയിലൂടെ സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിച്ചതായി പഠനം. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടിയതായും റിപ്പോർട്ട്. GST തുകയിൽ മുൻ വർഷത്തേക്കാൾ 309.64 കോടി രൂപ വർദ്ധിച്ചതായാണ് കണക്ക്. മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാതി. ചലച്ചിത്ര സംവിധായകൻ ലൂയിത് കുമാർ ബർമനാണ് ഫാത്തിഗവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. മോദിക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഐഷത്തുൽ ഷംനയാണ് ദേശീയ വാർത്തകളുമായി ചേർന്നത്. ഇനി ലോക വാർത്തകൾ കാണാം. കൃഷ്ണേന്ദു നായർ ചേരും. നമസ്കാരം. ലോകവാർത്തകളിലേക്ക് സ്വാഗതം. കപ്പൽ ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് US-ഉം ബ്രിട്ടനും. ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി US-ഉം ബ്രിട്ടനും യമനിലെ 13 ഹൂതി ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ, ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളും US കപ്പലുകളും, ഭൂഗർഭ സൗകര്യങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സൈറ്റുകൾ, ഒരു ഹൂതി കപ്പൽ, മറ്റ് സൗകര്യങ്ങൾ എന്നിവയെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട്. സ്വീഡൻ യുക്രൈനിന് $1.23 ബില്യൺ സൈനിക സഹായം നൽകുന്നു.
സ്വീഡൻ ഇതുവരെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സഹായ പാക്കേജാണിത്. യുക്രൈനിന്റെ മുൻഗണനാ പട്ടികയിൽ വ്യോമ പ്രതിരോധം, പീരങ്കി വെടിമരുന്ന്, കവചിത വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് ഉപപ്രധാനമന്ത്രി എബ ബുഷ് അറിയിച്ചു. യുക്രൈനിലേക്ക് F-16 യുദ്ധവിമാനങ്ങൾ അയക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വീഡിഷ് നിർമ്മിത JAS-39 ഗ്രിപ്പൻ ജെറ്റുകൾ യുക്രൈനിലേക്ക് അയക്കേണ്ട കാര്യം രാജ്യം താൽക്കാലികമായി നിർത്തിവച്ചുവെന്ന് സ്വീഡിഷ് പ്രതിരോധ മന്ത്രി പോൾ ജോൺസൺ അറിയിച്ചു. ഈ ആഴ്ച ബെൽജിയം 30 F-16 ജെറ്റുകൾ യുക്രൈനിന് വാഗ്ദാനം ചെയ്തു. കൂടാതെ F-16 വിമാനങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി പല രാജ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വനിതാ സമാധാന സേനാനി മേജർ രാധിക സെന്നിന് 2023 ഐക്യരാഷ്ട്രസഭയുടെ അഭിമാനകരമായ സൈനിക ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രാധികയെ യഥാർത്ഥ നേതാവും മാതൃകയുമെന്ന് പ്രശംസിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്റ്റെബിലൈസേഷൻ മിഷനിൽ മേജർ സെൻ സേവനമനുഷ്ഠിച്ചിരുന്നു. 1993 ഹിമാചൽ പ്രദേശിൽ ജനിച്ച മേജർ രാധിക സെൻ 8 വർഷം മുൻപാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത്. സൈനിക ജീവിതത്തിന് മുൻപ് ബയോടെക് എഞ്ചിനീയറായി ബിരുദം നേടിയ രാധിക ബോംബെ IITയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്നു. ഈ അഭിമാനകരമായ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യനാണ് മേജർ രാധിക സെൻ. സൗത്ത് സുഡാനിലെ UN മിഷനിലെ സേവനത്തിന് 2019 മേജർ സുമൻ ഗവാനിയാണ് ആദ്യമായി ആദരിക്കപ്പെട്ടത്. ഈജിപ്തുമായുള്ള അതിർത്തിയിലെ 14 കിലോമീറ്റർ നീളമുള്ള ബഫർ സോണായ സൗത്ത് ഫിലാഡൽഫി കോറിഡോർ ഏറ്റെടുത്തതോടെ ഗസയുടെ മുഴുവൻ അതിർത്തിയും ഇസ്രായേൽ നിയന്ത്രണത്തിലായെന്ന് മുഖ്യ സൈനിക വക്താവ് ഡാനിയൽ ഹെഗാരി. ഈ നീക്കം ഈജിപ്തുമായുള്ള ബന്ധം സങ്കീർണമാക്കും. ഇസ്രായേലിന് നേരിട്ട് നിയന്ത്രണമില്ലാതിരുന്ന ഗസയുടെ ഒരേയൊരു കര അതിർത്തിയായിരുന്നു തെക്കേ അറ്റത്തുള്ള ഈജിപ്തുമായുള്ള ഈ അതിർത്തി. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയുടെ ആദ്യ സന്നാഹ മത്സരം നാളെ. ബംഗ്ലാദേശിനെതിരെ രാത്രി 8 മണിക്കാണ് മത്സരം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഇന്ത്യൻ താരങ്ങൾ പരിശീലനം നടത്തി. 3 മണിക്കൂറിലേറെയാണ് പരിശീലനം നീണ്ടത്. അതേസമയം പരിശീലനത്തിലുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ ടീം അതൃപ്തി അറിയിച്ചുവെന്നാണ് സൂചന. ഞായറാഴ്ചയാണ് ലോകകപ്പിന് തുടക്കമാവുന്നത്. ബുധനാഴ്ച അയർലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ന് നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6655 രൂപ, പവന് 53,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5540 രൂപ, പവന് 44,320 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോഗ്രാമിന് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ എത്തും. നമസ്കാരം. നിരവധി പ്രധാനമന്ത്രിമാർ ഇവിടെ വന്ന് സന്ദർശിച്ച് കന്യാകുമാരി